സാറിന്റെ ക്ലാസ്സിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴായിരുന്നു അന്ന് ഞാൻ പറഞ്ഞ ആൻസേഴ്സിന്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് എനിക്ക് റിയലൈസ് ചെയ്തത്. ഞാൻ ജോയിൻ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇത്രയും കോൺഫിഡൻസ് കിട്ടില്ലായിരുന്നു. നിങ്ങളൊരു ഇന്റർവ്യൂവിന് വെയിറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് പോവാ. കാരണം എന്റെ എക്സ്പീരിയൻസ് കൊണ്ടാണ് ഞാനത് പറയുന്നത്. ഉറപ്പായിട്ടും ക്ലാസ് അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ എനിക്ക് കിട്ടില്ലായിരുന്നു. കാരണം ആ ഒരു ഓർഗനൈസേഷൻ കാരണമാണ് അവരും നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കും. അവരുടെ മുഖത്ത് കണ്ടാ അറിയാം നമ്മളുടെ ആൻസർ ഓക്കെ ആണെന്നുള്ളത്. എനിക്ക് ഇന്റർവ്യൂ കഴിഞ്ഞപ്പോ ഫീൽ ചെയ്തത് റെഗുലർലി ചെയ്യുന്ന കാര്യങ്ങള്, ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്യുന്ന കാര്യങ്ങൾ, പക്ഷെ അതൊരു ഓർഗനൈസ്ഡ് ആയിട്ട് അതിന്റെ ആ ഒരു ഭംഗിയിൽ പറയാൻ അറിയത്തില്ല. ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും അത് മാത്രമേ അറിയുള്ളൂ. പക്ഷെ ഈ സ്റ്റാർ മെത്തേഡ് യൂസ് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷൻ കുറെ വേർഡ്സ്, ഈ അറ്റൻഷൻ ടു ഡീറ്റെയിൽ, ആ വേർഡ്സ് ഒക്കെ അത് നമ്മൾ ഇത് കാണും. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഇത് എന്താണിത് അങ്ങനെ മനസ്സിലാക്കിയത്. അങ്ങനെ കുറെ വ്യത്യാസം വന്നു. ഈ പ്രിപ്പറേഷൻ അറ്റൻഡ് ചെയ്തതിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാന്നുള്ളൊരു ബെനിഫിറ്റിനേക്കാളും കൂടുതൽ നമ്മൾ ചെയ്യുന്നത് എന്താണ്, അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണ്, ഇപ്പം ആ പേഷ്യന്റ് സേഫ്റ്റി, ഈ ഒരു ചിന്ത, എസ്കലേഷൻ, ഇതൊക്കെ കറക്റ്റ് ആയിട്ട് നമുക്ക് അങ്ങനെ വേണല്ലേ എന്നുള്ളൊരു തോന്നലേക്ക് കറക്റ്റ് ആയിട്ട് വന്നു തുടങ്ങി പ്രിപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം. ആ സാറിന്റെ നോട്ട്സ് വായിച്ചതും സാറിന്റെ വീഡിയോ ക്ലാസ്സസ് കണ്ടതും അറ്റൻഡ് ചെയ്തതിന് ശേഷം.